ആഗ്രഹിക്കുന്നത് മനുഷ്യ ദാറുസ്സലാമിലേക്ക് പോകാനാണ്. സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം. 5 നേരം നമസ്കാരം കഴിഞ്ഞ പാടേ റബ്ബിനോട് നാം ചോദിക്കുന്ന തേട്ടം എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ്സലാം. അല്ലാഹുവേ, ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ അഭിലാഷം, ഞങ്ങളുടെ ആവേശം ദാറുസ്സലാമിലേക്ക് കടക്കലാണ്, പ്രവേശിക്കലാണ്. അതുകൊണ്ട് നാഥനെ, ഞങ്ങളെ നീ ദാറുസ്സലാമിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഓരോ നമസ്കാരത്തിന് ശേഷം ലോകത്തിന്റെ ഓരോ പള്ളികളും കൊതിക്കുന്നത് ഈ മന്ത്രമാണെങ്കിൽ സഹോദര, വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അല്ലാഹു ഇഷ്ടപ്പെടുന്നതും സലാമത്തിന്റെ വീട്ടിലേക്ക് പോകാനാണ്. അവിടെ ദുഃഖമില്ല, പ്രയാസമില്ല, വിഷമമില്ല, മരണമില്ല, രോഗമില്ല, വ്യതയില്ല. അതാണ് സ്വർഗം. ആ സ്വർഗം അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ആർക്കെന്നറിയുമോ? മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. തഖ്വയുള്ള മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ഉപമ നിങ്ങൾക്കറിയണോ? ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. കുടിക്കാൻ വെള്ളമില്ലാതെ കിലോമീറ്റർ കണക്കിന് കുടവും എടുത്തുകൊണ്ട് ഓടുന്ന സഹോദര, എത്രയെത്ര പൈപ്പിന്റെ ചുവട്ടുകളിലാണ് എത്രയെത്ര കുടങ്ങൾ നിരന്നിരിക്കുന്നത്. വെള്ളമില്ല, വെള്ളമില്ല, വെള്ളമില്ല. ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവ് ചെയ്ത് വെള്ളം വാങ്ങുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് കുടിക്കുമ്പോ അത് ശുദ്ധജലമാണെന്ന് നിർണയിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അല്ലാഹു ശുദ്ധജലത്തെ പരിചയപ്പെടുത്തുന്നത് ഈ ദുനിയാവിലല്ല, ആഖിറത്തിലാണ്. ആഖിറത്തിലാണ്. സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ അരുവികളിലൂടെ ഒഴുകുന്ന വെള്ളം ശുദ്ധജലമാണ്, ശുദ്ധജലമാണ്. ഫിയാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. കലർപ്പില്ലാത്ത, മാലിന്യമില്ലാത്ത, ഒരു നിലയ്ക്കും കുടിക്കുന്നവർക്കൊരു വിരസത തോന്നാത്ത ശുദ്ധമായ സുഗതമായ പാനീയമാണ് സ്വർഗത്തിന്റെ അരുവികളിലൂടെ മുത്തഖീങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചത്. മുത്തഖീങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിക്കോ. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം. വഅൻഹാറും മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശ്ശാരിബീൻ. ദുനിയാവിലെ മദ്യപിച്ച് കുടിച്ചു കൂത്താടി കഴിയുന്നവരെ, ദുനിയാവിലെ കാട്ടറായി അടിച്ചിട്ട് എത്ര എണ്ണമാണ് കള്ളുഷാപ്പിൽ തന്നെ കിടന്ന് ചത്തുപോകുന്നത്. ആ ചത്തുപോയ മുസൽമാനെയും കുളിപ്പിക്കേണ്ട ഗതികേട് നമുക്കല്ലയോ? അവനെ പൊതിയേണ്ട ഗതികേട് നമുക്കല്ലയോ? അവന് വേണ്ടി മയ്യത്ത് നമസ്കരിപ്പിക്കേണ്ട ഗതികേട് നമുക്കല്ലയോ? ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് കുടിച്ചു കൂത്താടി കഴിയുന്ന മനുഷ്യ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന ബോധി വേണ്ട. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ മാത മുദ്മിനൽ ലിൽ ഖംരി കഅബിദിൽ ലാത വൽ ഉസ്സാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരൊരാൾ മദ്യപിച്ച അവസ്ഥയിൽ മരണപ്പെടുന്നുവോ, മദ്യപിച്ച് പശ്ചാത്തപിക്കുന്നതിന് മുമ്പ് ആരൊരാൾ മരിച്ചു പോകുന്നുവോ, കഅബിദിൽ ലാത വൽ ഉസ്സാ, അഹങ്കാരികളായ മുശ്രിക്കീങ്ങൾ ആരാധിച്ചു പോണിരുന്ന ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാണ്. ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത മുദ്മിനൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. വല്ലപ്പോഴും ഒരു വിനോദത്തിന് പോകുമ്പോ, വല്ലപ്പോഴും ഒരു കല്യാണത്തിന്റെ പേരിലോ, ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ വേളയിലോ, കമ്പനി കൂടുമ്പോഴോ, കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോഴോ,
അല്പം മദ്യപിച്ചാലും അവരും നാളെ നരകത്തിലാണോ നബിയേ? അവരും ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവരെ പോലെയാണോ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, വലാകിൻ മറിച്ച് യശ്റബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. ഒരാള് മദ്യപാനിയായി ജീവിച്ച് അവൻ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മദ്യമെല്ലാം ഒഴിവാക്കി നമസ്കാരവുമായി ബന്ധപ്പെട്ടവരാണ്. പക്ഷേ മരിക്കുന്നതിന് അല്പ ദിവസം മുമ്പ് അവൻ ഒരു തുള്ളി മദ്യം കുടിച്ചാൽ അവൻ മരിച്ചു പോയാൽ ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചു മരിച്ചു പോയവനെ പോലെയാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അവന് നാളെ ആഖിറത്തിലെ സ്വർഗ്ഗത്തിലെ മദ്യമില്ല, സ്വർഗ്ഗത്തിലെ മദ്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വിജൂ. മദ്യപാനത്തിന്റെ ഗൗരവം എത്രത്തോളമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്ത് അവതരിപ്പിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മദ്യപാനിയുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കരുതേ, മദ്യപാനിയുമായി വിവാഹാലോചന നടത്തരുതേ. വൈൻ മാത ഫലാ വൈൻ മരിള ഫലാ തഊദൂ. അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കരുതേ. വൈൻ മാത ഫലാ തുസല്ലു അലൈഹി. അവൻ മരിച്ചാൽ പോലും അവന്റെ മയ്യത്തിനെ അനുഗമിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് ചിന്തിക്കണേ. മദ്യപാനിക്ക് വേണ്ടി നമസ്കരിക്കാൻ നാം ഇന്ന് തയ്യാറാണെങ്കിൽ സല്ലു അലാ കുല്ലി ബർരിൻ വ ഫാജിർ, എല്ലാ നല്ലവനായാലും മോശക്കാരനായാലും അവന് വേണ്ടി നമസ്കരിപ്പിച്ചോ എന്ന ഹദീസിന്റെ ഇസ്തിംബാത്തിൽ ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ ഒരു വാക്കിന്റെ പേരിലാണ് തൂങ്ങിച്ചത്തവന്റെ മയ്യത്ത് നാം നമസ്കരിക്കുന്നത്, മദ്യപിച്ച് ചത്തുപോയവന്റെ മയ്യത്ത് നാം നമസ്കരിക്കുന്നത്, ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയവന്റെ മയ്യത്ത് നാം നമസ്കരിപ്പിക്കുന്നത്. സഹോദര, മൻ ശരിബൽ ഖംറ നസഅല്ലാഹു മിൻ ഖുലൂബിഹിമുൽ ഈമാൻ കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു മിൻ റഅസിഹി കമാ ഖാല റസൂലുള്ളാഹി. ആരൊരാൾ മദ്യപിക്കുന്നുവോ, ആരൊരാൾ മദ്യപിച്ചുവോ അവന്റെ ഈമാനിനെ അല്ലാഹു പറിച്ചു കളയുമത്രേ. തന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം അവന്റെ തലയുടെ മുകളിലൂടെ അവൻ ഒഴിച്ചു മാറ്റുന്നത് പോലെ, അഴിച്ചു മാറ്റുന്നത് പോലെ അവന്റെ ഈമാനിനെ അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ഉലമാക്കൾ ഇസ്തിംബാത്ത് ചെയ്തിട്ട് പറഞ്ഞത്, ഈമാൻ ഇല്ലാത്തവന് എന്ത് സലാം പറയാൻ, വിശ്വാസമില്ലാത്തവൻ എന്ത് നമസ്കരിപ്പിക്കാൻ. അതുകൊണ്ട് മദ്യപാനികളോട് സഹകരിക്കല്ലേ, സഹകരിക്കല്ലേ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുകയാണ്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖംറ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യശ്റബു അലൈഹൽ ഖംറു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ മദ്യപിക്കല്ലേ, മദ്യപിക്കല്ലേ, മദ്യപിക്കല്ലേ. ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംറു. വിളമ്പുന്ന തീന്മേശയുടെ ഓരത്ത് പോലും പോയിരിക്കല്ലേ, കമ്പനിക്ക് പോലും അവനോടൊപ്പം സഹകരിക്കരുതേ, അവന്റെ കൂട്ടത്തിൽ പോയിരിക്കല്ലേ, ബാറിൽ പോകല്ലേ, ഹോട്ടലിൽ പോകല്ലേ, മോട്ടലിൽ പോകല്ലേ, റിസോർട്ടിൽ പോകല്ലേ, പോകല്ലേ. മദ്യപിക്കുന്നവന് കമ്പനിയായി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ ഇരുന്നാലും നീ മദ്യപിച്ചവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യപിക്കണ്ട, മദ്യപിക്കുന്നവന്റെ കൂട്ടത്തില് കമ്പനിക്ക് നീ പോയിരുന്നാലും നീയും മദ്യപിച്ചവനെ പോലെയാ.